ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ബ്ലോക്ക് 1 ഫങ്ഷണൽ അറബിക് എന്ന ബുക്കിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എക്സസൈസസ് ആണ്. ഇതിന്റെ ആദ്യ ഭാഗം നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് എക്സസൈസ് ആണ്. തംരീൻ 1 ഒന്നാമത്തെ എക്സസൈസ് ല അസ്ഇല അലൻ നസ്. ല അസ്ഇല അതായത് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഇത് തന്നിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഭാഗം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഈ ഭാഗം എക്സസൈസിൽ തന്നിട്ടുണ്ട്. എന്താ? ഇസ്അലിൽ ഇബ്ന, മകനോട് ചോദിക്ക, ലി യുഖ്ബിറക, നിനക്ക് പറഞ്ഞു തരാൻ, കൈഫ അറഫ, എങ്ങനെയാണ് അവൻ അറിഞ്ഞത്, അന്നവദൻ, നാളെ റമദാനാണെന്ന്. നാളെ റമദാനാണെന്ന് എങ്ങനെയാണ് അവൻ അറിഞ്ഞതെന്ന് നിന്നോട് പറഞ്ഞു തരാൻ അവനോട് പറയാ, അവനോട് ചോദിക്ക. അപ്പൊ അവന് പറഞ്ഞു തരാൻ അവനോട് ചോദിക്ക. എങ്ങനെയാണ് ചോദിക്കുക? അതെ, എങ്ങനെ ചോദിച്ചാലാണ് ഈ ഉത്തരം നാളെ റമദാനാണെന്ന് എങ്ങനെ അറിഞ്ഞെന്ന് പറയാ. അതാണ്. അപ്പൊ ആ ചോദ്യമാണ് ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞുള്ളത്. കൈഫ അറഫ്ത, എങ്ങനെയാണ് നീ അറിഞ്ഞത്, അന്നവദൻ റമദാൻ, നാളെ റമദാനാണെന്ന് എങ്ങനെയാണ് നീ അറിഞ്ഞത് എന്നാണ് ചോദ്യം വേണ്ടത്. അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടാക്കാനാണ് ഈ പറയുന്നത്. അതുപോലെ രണ്ടാമത്തത് ഇസ്അലിൽ ഇബ്ന, മകനോട് ചോദിക്കുക, മാ അഹല്ലറ വാലിദുഹു, അവന്റെ വാപ്പ എന്താണ് കൊണ്ടുവന്നത്, ലൈലത്ത് സിയാമി, ആ നോമ്പിന്റെ രാത്രിയില് എന്താണ് കൊണ്ടുവന്നത്. അതിനൊരു ചോദ്യം ഉണ്ടാക്കാന്. അപ്പോ ഈ ഭാഗമാണ് ഇപ്പോ ബുക്കിലുള്ളത്. ഈ ഭാഗം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. മാതാ അഹല്ലറ വാലിദുഹു ലൈലത്ത് സിയാം. മാതാ അഹല്ലറ വാലിദുഹു ലൈലത്ത് സിയാം, അതാണ് ചോദ്യം. ആ ചോദ്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ മൂന്നാമത്തത് ഇസ്അലിൽ അബ, വാപ്പാട് ചോദിക്കുക, ലി താരിഫ വഅദഹു ലിബ്നിഹി, അവന്റെ മകനോട് എന്താണ് വായത ചെയ്തത് എന്ന് വാപ്പാട് ചോദിക്കുക. അപ്പോ മകനോട് വാപ്പ ഒരു കരാർ, ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വാപ്പാട് ചോദിക്കുക. മാതാ വായത്ത ലിബിനിക്ക, വാപ്പാട് എന്ന് ചോദിക്കുന്നത്, മാതാ വായത്ത, താങ്കൾ എന്താണ് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലീബിനിക്ക, താങ്കളുടെ മകനോട്. അതുപോലെ ഇസ്അൽനി, എന്നോട് ചോദിക്കുക, അൻ വക്തി തനാവുലി സുഹൂരി, അത്താഴം കഴിക്കുന്ന സമയത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുക. ഞാൻ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക എന്ന് എന്നോട് ചോദിക്കണം. ആ ചോദ്യമാണ് ഫി അയ്യി വഖത്തിൻ, ഏത് സമയത്താണ്, തതനാവലു സുഹൂറ, നീ ഭക്ഷണം കഴിക്കുന്നത്. ഫി അയ്യി വഖത്തിൻ, ഏത് സമയത്ത്, തതനാവലു സുഹൂറ, നീ ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ ഇസ്അൽനി അൻ സ്വലാത്തില്ലത്തി ഉസല്ലിഹ ബഅദൽ ഇശാഇ ഫി റമളാൻ, അതുപോലെ അനി സ്വലാത്തില്ലത്തി ഉസല്ലിഹ ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷം, റമളാനിൽ ഇശാഇന് ശേഷം, ഇശാ നമസ്കാരത്തിന് ശേഷം ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് എന്നോട് ചോദിക്കുക. ആ ചോദ്യം എങ്ങനെ ചോദിക്കുക? അയ്യു സ്വലാത്തിൻ, ഏത് നമസ്കാരമാണ്, തുസല്ലിഹ, നീ നമസ്കരിക്കുന്നത്,
ബഅദൽ ഇശാഇ ഫി റമളാൻ, റമളാനിലെ ഇശാഇന് ശേഷം. അതാണ് ആ ചോദ്യം. അയ്യു സലാത്തിൻ തുസല്ലിഹ ബഅദൽ ഇശാഇ ഫി റമളാൻ. പിന്നെ ഇസ്അൽനി അൻ അദദി റക്അത്തിൽ ഫജ്രി, ഇസ്അൽനി എന്നോട് ചോദിക്കുക, അൻ അദദി റക്അത്തിൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിന്റെ റക്അത്തുകളെ കുറിച്ച്. എത്ര റക്അത്താണ് എന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെയുള്ള ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? അതിന് എത്ര എന്നുള്ളതിന് കം റക്അത്തൻ ഫി സ്വലാത്തിൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിൽ എത്ര റക്അത്ത് ഉണ്ട്? ഈ ചോദ്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇസ്സൽ ജമീലക്ക, നിന്റെ കൂട്ടുകാരനോട് ചോദിക്കുക. ഇതാ സ്വാമ റമളാനിൽ മാളി, അവൻ കഴിഞ്ഞ റമളാനിൽ നോമ്പ് നോക്കിയോ? അവൻ കഴിഞ്ഞ റമളാനിൽ നോമ്പ് നോക്കിയോ എന്ന് നിന്റെ കൂട്ടുകാരനോട് നീ ചോദിക്കുക. എങ്ങനെ ചോദിക്കുക? ഹൽ സുംത, നീ നോമ്പ് നോക്കിയോ? ഫി റമളാനിൽ മാളി, കഴിഞ്ഞ റമളാനില്. ഹൽ സുംത, നീ നോമ്പ് നോക്കിയോ? ഫി റമളാനിൽ മാളി. ഇനി രണ്ടാമത്തെ തംരീൻ, അജിബ് അനിൽ അസ്ഇലത്തി ആതിയ ഫി ജുംലത്തിൻ ഔ ജുംലത്തൈനി, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഉത്തരം പറയാം. ഫി ജുംലത്തിൻ ഔ ജുംലത്തൈനി, ഒരു ജുംലയിലോ അല്ലെങ്കിൽ രണ്ട് ജുംലയിലോ ഉത്തരം പറയണം. അതാണ് എന്താ ചോദ്യം? ബിമാദാ തശ്ഉറു ഇദാ ജാഅ റമളാൻ, റമളാൻ ആയെന്ന് എങ്ങനെയാണ് നീ അറിഞ്ഞത്? ബിമാദ, എന്തുകൊണ്ട് എന്ന് പറഞ്ഞ ഏത് ഏത് ഇത് എങ്ങനെയാണ്? ബിമാദ എന്ന് പറഞ്ഞ എന്തുകൊണ്ട് എന്നാണ് അർത്ഥം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് പിന്നെ തെറ്റിദ്ധരിക്കാൻ വൈ എന്നുള്ള അർത്ഥത്തിലല്ല ഇത്. അതായത് ഇത് എങ്ങനെയാണ് നീ റമളാനാണെന്ന് അറിഞ്ഞത് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ അതിന് അഷ്അറു, ഞാൻ അറിഞ്ഞു, ഇദാ ജാഅ റമളാൻ ബി ഇഅ്ലാനിൽ മുദിയ, ഇത് ബ്രോഡ്കാസ്റ്ററുടെ അനൗൺസ്മെന്റ് കൊണ്ടാണ് അറിഞ്ഞത്. ടിവിയില് ബ്രോഡ്കാസ്റ്റർ അത് ഏലാൻ ഒരു ടി വി പ്രസാരണത്തിലൂടെ ഞാൻ അറിഞ്ഞു എന്നുള്ള. അപ്പൊ അഷ്അറു, ഞാൻ അറിയുന്നു, ഇദാ ജാഅ റമളാൻ ബി ഇഅ്ലാനിൽ മുദി. അപ്പൊ തഷ്അറു എന്നുള്ള ചോദ്യത്തിന് അഷ്അറു എന്നുള്ള മറുപടി. പിന്നെ ഹൽ സുംത റമളാനിൽ മാളി, ഹൽ സുംത, നീ നോമ്പ് നോക്കിയോ? റമളാനിൽ മാളി, കഴിഞ്ഞ റമളാനില് നോമ്പ് നോക്കിയോ? അപ്പൊ ഒന്നുകിൽ ലാ എന്ന് പറയാം, അല്ലെങ്കിൽ നാം എന്ന് പറയാം. ഇവിടെ നാം എന്നാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സുംതു റമളാനിൽ മാളി, കഴിഞ്ഞ റമളാനിൽ ഞാൻ നോമ്പ് നോക്കി. ഇനി ലാ എന്നാണ് ഉത്തരമെങ്കിൽ ലാ, മാ സുംതു റമളാനിൽ മാളി എന്ന് ഉത്തരം പറയാം. ഇവിടെ നാം സുംതു റമളാനിൽ മാളി. പിന്നെ മാദാ തുഹിബ്ബു അൻ തതനാവല ഫിൽ ഇഫ്താരി ആദത്തൻ, മാദാ തുഹിബ്ബു, എന്താണ് നീ ഇഷ്ടപ്പെടുന്നത്? അൻ തതനാവല, കഴിക്കാൻ, ഫിൽ ഇഫ്താരി, നോമ്പ് തുറക്കുമ്പോ, ആദത്തൻ, സാധാരണ നീ ഇഷ്ടപ്പെടുന്ന സാധനം എന്താണ്? ആദത്തൻ, സാധാരണ നോമ്പ് തുറക്കുമ്പോ നീ ഇഷ്ടപ്പെടുന്ന കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്ന്. അപ്പൊ അതിന്റെ ഉത്തരം ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അത്തനാവല. ഇവിടെ തത്തനാവല എന്നുള്ള ചോദ്യത്തിന് അത്തനാവല എന്നുള്ള അൻ അത്തനാവല അത്തമ്രത വൽ അസീറ ഫിൽ ഇഫ്താരി ആദത്തൻ, സാധാരണ തമ്രത്തും ഈത്തപ്പഴവും അസീർ ജ്യൂസും ആണ് നോമ്പ് തുറക്കുമ്പോ എനിക്കിഷ്ടം. പിന്നെ മത്താ യുസല്ലിൽ മുസ്ലിമൂന തറാവീഹ, മത്താ യുസല്ലി അൽ മുസ്ലിമൂന തറാവീഹ ഫി റമളാൻ, റമളാനിൽ എപ്പോഴാണ് മുസ്ലിങ്ങൾ തറാവീഹ് നമസ്കരിക്കുന്നത്? മത്ത, എപ്പോൾ? അതിന്റെ ഉത്തരം യുസല്ലിൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന തറാവീഹ ബഅദൽ ഇശാഇ ഫി റമളാൻ, ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. റമളാനിലെ ഇശാ നമസ്കാരത്തിന് ശേഷമാണ് മുസ്ലിങ്ങൾ തറാവീഹ് നമസ്കരിക്കുക. അപ്പൊ അതാണ് ഇവിടുത്തെ ഈ ഉത്തരം. പിന്നെ അടുത്ത ചോദ്യം, മാതാ തഖൂലു ലി സദീഖിക, നിന്റെ സ്നേഹിതനോട് നീ എന്താണ് പറയുക? എപ്പോ? ഇതാ ഖാബൽതഹു, അവനെ കണ്ടുമുട്ടിയാൽ, ഫി റമളാൻ,
റമദാനിൽ നീ അവനെ കണ്ടുമുട്ടിയാൽ നിന്റെ സ്നേഹിതനോട് നീ എന്താ പറയാ? അഖൂലു, ഞാൻ പറയും, ലി സദീഖി, എന്റെ സ്നേഹിതനോട്, റമദാൻ കരീം, റമദാൻ കരീം, റമദാൻ മുബാറക് എന്നൊക്കെ പറയുക. കാബൽ തുഹു ഫി റമദാൻ, റമദാനിൽ ഞാൻ അവനെ കണ്ടുമുട്ടിയ. പിന്നെ മൂന്നാമത്തെ എക്സസൈസ് ആണ് അത് ഇംലാൽ ഫറാഗ, വിട്ടുപോയത്. ഫറാഗ് എന്ന് പറഞ്ഞാല് ബ്ലാങ്ക്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫിൽ ഹെവാരില്ലാത്തി, താഴെ പറയുന്ന സംഭാഷണത്തില്, മുസ്തഈനം ബിൽ കലിമാത്തില്ലാത്തിയ, താഴെ പറയുന്ന വാക്കുകളുടെ സഹായം കൊണ്ട്, അതായത് വാക്കുകളെ കൊണ്ട് വിട്ടുപോയത് പൂരിപ്പിക്കുക. ഏതൊക്കെയാണോ വാക്കുകള്? അസീർ, അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസാണ്. അൽ ഫാക്കിഹത്ത്, ഫാക്കിഹത്ത് പഴം. മഗ്രിബ്, മഗ്രിബ് നമസ്കാരം. കരീം, പിന്നെ മസ്ജിദ്. ഇങ്ങനെ 5 വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ 5 വാക്കുകളെ കൊണ്ട് താഴെ പറയുന്ന സംഭാഷണത്തിൽ വിട്ടുപോയ സ്ഥലം പൂരിപ്പിക്കണം. അപ്പൊ ഇവിടെ വിട്ടുപോയിട്ടുള്ളത് ഞാനിവിടെ അടിവര ഇട്ടിട്ടുള്ളതാണ്, അത് ഞാൻ പൂരിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് വിട്ടുപോയിട്ടുള്ള ബ്ലാങ്ക് കാണുന്നത്, ഈ അടിവര ഇട്ടെടുത്ത്. ഓക്കെ. അബ്ദുള്ള, അബ്ദുള്ള ആണ്. മാതാ ഹളർത്തലിൽ ഇഫ്താരി, നീ എന്താണ് ഇഫ്താറിന് കൊണ്ടുവന്നത്? നോമ്പ് തുറക്കാൻ നീ എന്താണ് കൊണ്ടുവന്നത്? ഇബ്രാഹിം, ഇസ്തറയിത്തു, ഞാൻ വാങ്ങിച്ചു. തമ്ര, ഈത്തപ്പഴം വാങ്ങിച്ചു. ബാദൽ ഫാക്കിഹ, കുറച്ച് പഴം വാങ്ങിച്ചു, പഴങ്ങളും വാങ്ങിച്ചു. അപ്പൊ ഇവിടെ ഫാക്കിഹത്ത്, ബാദൽ ഫാക്കിഹ, അതാണ് ഇവിടെ ചോദിച്ചത്. അവിടെ ഞാൻ അതിട്ടിട്ടാണ് പൂരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അബ്ദുള്ള, ഇന്ത്യ അസീർ, അസീറുൽ ബുർത്തുക്കാൽ പത്തമ്ര, ഇന്ത്യ എന്റെ അടുത്തുണ്ട് അസീറുൽ ബുർത്തുക്കാലി, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ബുർത്തുക്കാല് ഓറഞ്ച്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പത്തമ്ര, ഈത്തപ്പഴം ഉണ്ട്. അപ്പൊ എന്റെ അടുത്തുണ്ട് ഈത്തപ്പഴം, ബുർത്തുക്കാൽ, അസീറുൽ ബുർത്തുക്കാലും. പിന്നെ ഇബ്രാഹിം, ഹൽ തുഫ്തിറു സൗമ മിനൽ മസ്ജിദി, ഹൽ തുഫ്തിറു സൗമ, നീ നോമ്പ് മുറിക്കുന്നത്, അസ്സൗമ, നോമ്പ് മുറിക്കുന്നത്, മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നാണോ നീ നോമ്പ് മുറിക്കുന്നത്? നീ പള്ളിയിൽ നിന്നാണോ നോമ്പ് മുറിക്കുക, നോമ്പ് തുറക്കുക? അബ്ദുള്ള, നാം, അതെ. ഇവിടെ ഹൽ എന്നുള്ള ചോദ്യത്തിന് നാം. ഉഫ്തിറു സൗമ, ഞാൻ നോമ്പ് മുറിക്കുന്നു, മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന്. ഉസല്ലി ഫിഹ, പള്ളിയിൽ വെച്ച് നമസ്കരിക്കും. സലാത്തുൽ മഗ്രിബി, മഗ്രിബ് നമസ്കാരം അവിടെ നിന്ന് നിർവഹിക്കും. അപ്പൊ നോമ്പ് മുറിച്ചിട്ട് ഞാൻ അവിടെ മഗ്രിബ് നമസ്കരിക്കും. ഇബ്രാഹിം, മാറയിക്ക, നിന്റെ അഭിപ്രായം എന്താണ്? തത്തനാവലിൽ ഇഫ്താർ മായന ഫി ബൈത്തിന, നമ്മൾ ഒരുമിച്ച് എന്റെ വീട്ടില് ഇഫ്താർ, ഭക്ഷണം കഴിക്കാം, നോമ്പ് തുറക്കാം. എൻ്റെ കൂടെ എൻ്റെ വീട്ടില് നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാം. എന്താണ് നിന്റെ അഭിപ്രായം? അപ്പൊ അബ്ദുള്ള, ശുക്രൻ, നന്ദിയുണ്ട്. അത്തനാവലുൽ ഇഫ്താർ മിനൽ മസ്ജിദ് ആദത്തൻ, സാധാരണയായിട്ട് ഞാൻ പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറക്കല്, ഇന്നും അവിടെ നിന്ന് തന്നെയാണ് നോമ്പ് തുറക്കുക. അപ്പൊ ഇബ്രാഹിം, ഓക്കെ, റമദാൻ കരീം, റമദാന്റെ ആ വിഷിംഗ് ആണത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ തംറീൻ വീഡിയോ. ഇനി അടുത്ത വീഡിയോയില് 2ാമത്തെ ബ്ലോക്ക് ഉണ്ട്. 13-ാം തീയതിയാണ് പരീക്ഷ. എല്ലാവരും വേഗം പഠിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.